ആര്യ ചേച്ചി, നമ്മുടെ ഗൗരിക്കുട്ടിയാണ് എത്താൻ പോകുന്നത്, നന്ദക്കുട്ടിയാണ് എത്താൻ പോകുന്നത്. ഒരുപാട് പേരുകളുള്ള, അതെ, ഒരുപാട് പേരുകളുള്ള അവസാനമായിട്ട് നന്ദൂട്ടി എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഗൗരി നന്ദക്കുട്ടി എത്താണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ നന്ദൂട്ടി ഓൺ സ്റ്റേജ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അസുഖായിട്ടിരിക്കുന്നു. അസുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അങ്ങനെ ആരും പറയാറില്ലല്ലോ. സുഖമായിരിക്കുന്നു അല്ലേ? അതെ അല്ലേ, വെറും സുഖമായിരിക്കുന്നു. ആയില്ലല്ലോ. ശരി. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ എൻ്റെ ഓടി എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേര് വീണ. സ്വന്തം ചേച്ചി അല്ല, കസിൻ. ചേച്ചിയുടെ പേര് വീണ. ചേച്ചി പ്രൊഫൈലില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന്റെ പേര് രോഹിത്. രോഹിത് ചേട്ടൻ കാലടി യൂണിവേഴ്സിറ്റിയില് മ്യൂസിക്കില് PG ചെയ്തോണ്ടിരിക്കുകയാണ്. സംഗീത കുടുംബമാണ്. മീനുകൂടാ, എന്തോ ഒരു സംഭവം ഇപ്പൊ കാണിച്ചു തരാട്ടോ. ഞാനൊരു പേര് വിളിക്കും, അത് ആ പേര് ഉള്ള ആൾ മാത്രമേ അതിന് വിളി കേൾക്കൂ. വിളിക്കട്ടെ? പാറു. എന്തോ അത് ശരി, അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടോ? അങ്ങനെ ഒരു പേരുണ്ട്, പാറു എന്നാണ് പേര്. അത് എന്റെ അച്ഛന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാരും എന്നെ ചെറുപ്പം തൊട്ട് അങ്ങനെ വിളിക്കുന്നത്. പയ്യോളിയിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ പാറു ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പാറു? ഗൗരിക്കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ഗൗരിക്കുട്ടിയല്ല, നന്ദുക്കുട്ടി. അപ്പൊ പറഞ്ഞ ഗൗരിക്കുട്ടിയല്ല, നന്ദുക്കുട്ടിയല്ല, അത് പാറു ആണെന്ന്. അപ്പൊ നമുക്ക് പാറു നിങ്ങൾ മാറ്റിയാലോ? പിന്നെ പാറു ആക്കാം. അതെ, ഇന്ന് മുതൽ ഇവിടെ പാറു എന്ന് വിളിക്കപ്പെടുന്നതാണ്. അപ്പൊ പാറു എന്ന് പാറിപ്പറന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാ? ദൂരെ ദൂരെ ആഴിപ്പെണ്ണിൻ. വിദ്യാജി. ഓക്കെ. ഗീതാഞ്ജലി. അതെ, ഓൻവി സാറ് ലിറിക്സ് എഴുതി. മൂവി ഗീതാഞ്ജലി, ഇയർ 2014. പാടിയത് രാജലക്ഷ്മി മാം. രാജിയെ പറ്റി പ്രത്യേകം പറയണം. രാജിയുടെ ഒരുപാട് വർഷത്തെ ഈ ജേണി എനിക്ക് അത്രയും അടുത്തറിയാം. എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. രാജി പാടുന്ന പാട്ടുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ രാജിക്ക് ഒരു വലിയൊരു ഹായ് രാജി. അപ്പൊ പാടിക്കോളൂ. താങ്ക് യു.
വെരി നൈസ് മോളെ, വെരി നൈസ്, വെരി നൈസ്. നന്ദക്കുട്ടി, എന്തോ പാറു പാറുക്കുട്ടി, പാറുക്കുട്ടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല Thank you, sir. ഒന്നാം തരം പാട്ടാണ് ഇവിടെ ഒന്ന് പാടിയത്. എനിക്ക് അതില് കുറെ മനോഹരമായ ഭാഗങ്ങളുണ്ടായിരുന്നു. എനിക്ക് ആ ഫീല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൊടുത്ത ആ ഭാവം പാട്ടിൽ താങ്ക് യു സർ. തികച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. താങ്ക് യു. പല്ലവി അനുപല്ലവിയുടെ ഒരു പകുതിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ചാർജായി വന്നത്. ചരണം വാസ് വെരി ബ്യൂട്ടിഫുൾ. എന്നാലും അവിടെ മൈന്യൂട്ടായിട്ട് ചെറിയൊരു ശ്രുതി പ്രശ്നം ഒക്കെ ഉണ്ടായി. പല്ലവിയിലും അനുപല്ലവിയിലും പ്രത്യേകിച്ച് പല്ലവിയിൽ നീ കണ്ടു കേഴും നേരം ആ ലൈനിൽ കുറച്ച് പെർഫെക്ഷൻ വേണം, ശ്രുതി പ്രശ്നം. സെക്കൻഡ് ടൈം ഞാനുറക്കി, മുത്തം നൽകി ഞാനുറക്കി. മുത്തേ നിന്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാനുറക്കി, പൊന്നും കുരിശാലും ഒരു താലി ചാർത്തിടും. യെസ്, സെക്കൻഡ് ടൈം. മുത്തേ നിന്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാനുറക്കി, പൊന്നും കുരിശാലും ഒരു താലി ചാർത്തിടും. ഇപ്പൊ കുറെ കൂടി ബെറ്റർ ആയി കേട്ടോ. ഇത് രണ്ടാമത്തെ ആ സംഗതി ഇല്ലേ, മുത്തം നൽകി ഞാനുറക്കി, അത് കുറച്ച് ശ്രുതി ചേർന്ന അവിടെ കേട്ടോ. ഇപ്പോഴാണ് സംഗതി കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായത്. അനുപല്ലവിയിൽ നേരത്തെ ടേക്കിൽ അത് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പാടിപ്പിച്ചപ്പോൾ അത് ക്ലാരിറ്റിയോടുകൂടി പാടി. പക്ഷെ എന്നാലും നോട്ട് ചേരണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ചരണം എനിക്ക് വളരെ താരതമ്യം നോക്കുകയാണെങ്കിൽ ചരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് അപ്പോഴാണ് ഒന്ന് ചാർജായി വന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, അപ്പോഴാണ് ഒന്ന് അനുപല്ലവിയുടെ പകുതി മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടായി, നന്നായി. വെള്ളി പെണ്ണായി നിന്നെ മുതൽ അങ്ങോട്ട് നന്നാവാൻ തുടങ്ങി. ചരണം വാസ് സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് പാറുക്കുട്ടിയില്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അത് ഞാൻ ഓർക്കായിരുന്നു, വാട്ട് എ വോയിസ് അല്ലേ. ബ്യൂട്ടിഫുൾ വോയിസ്. അതായത് വോയിസ് ഇങ്ങനെ നമ്മളെ തൊട്ട് തലോടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? ഇപ്പൊ 8th. ഈ 8ാം ക്ലാസ് പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു നായികയ്ക്ക് ശബ്ദം കൊടുക്കാം. അത്ര നല്ല ശബ്ദമാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയിൽ പാടാൻ പറ്റിയ വോയിസ് ആണ്. ഈ ബാക്കിയുള്ള കാര്യങ്ങളാണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ ആ വോയിസിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു ഈ പാട്ടില്. പക്ഷെ ഈ പാട്ടിന് നമ്മൾ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി എന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ എലിമെന്റ് ഓഫ് റിസ്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഓർക്കസ്ട്രേഷൻ വളരെ മിനിമലാണ്, മിനിമലിസം ആണ്. വോയിസ് ആണ് തെളിഞ്ഞ് മുമ്പ്. അതാണ് വിദ്യാജിയെ പോലുള്ള മ്യൂസിക് കമ്പോസേഴ്സിന്റെ ഗ്രേറ്റ്നെസ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പണ്ട് ഞാൻ ഈ പാട്ടിൽ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ മ്യൂസീഷ്യൻ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ ഞാനിത് ഇട്ട് കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കിക്ക് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, കിക്ക് അല്ല ജയന, യു ഷുഡ് ഡു ഇറ്റ്. ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ്. ആഡ് എ കിക്ക് ആൻഡ് ഗീവ് എ ബേസ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പോയി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു, ആ കിക്ക് ഞാൻ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് തീർന്നു, പാട്ട് ക്ലോസ് ഓർഡർ. അത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെ എന്ത് കൊടുക്കണം, എവിടെ സൈലന്റ് ആയിരിക്കണം, എവിടെ അഗ്രസീവ് ആയിരിക്കണം, എവിടെ കൺവേഴ്സ് ചെയ്യണം, ഒരു കോൺവെർസേഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഒരു മ്യൂസിക് കമ്പോസർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലിക്കേറ്റ് എക്സ്പ്രഷനാണ് വിദ്യാജിയുടെ ഓർക്കസ്ട്രേഷൻ ആൻഡ് സോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ കൈയടി കൊടുക്കേണ്ടത് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മിനിമലിസത്തിൽ വരുമ്പോഴത്തേക്കും വോയിസ് എന്നുള്ളത് നമ്മൾ തന്നെ ആയിരിക്കും ഫോക്കസ് ഓൾ ദ ടൈം. അപ്പോൾ ഓരോ സംഗതിയും, ഓരോ ചെറിയ ചെറിയ ഇടവും, നൂക്ക് ആൻഡ് കോർണർ, അവിടെ പെർഫെക്ഷൻ വേണം. പറഞ്ഞ് മനസ്സിലായോ? അവിടെ എവിടെയെങ്കിലും ഒരു അതൊന്ന് ഇടമോ ഇല്ലേ, നിധവമപദനി. ആ നോട്ട് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമുക്കെന്തോ അത് വന്നു, സംതിങ്. അതാണ് ദൂരേ ദൂരേ ആഴി പെണ്ണിൻ ഏഴാം പൂമേട്
അതിങ്ങനെ ഈഴാം പൂമേട പൂമീട കാണാം ആ അടുത്തത് ആരണ്യത്തേ നിന്നെ കുട്ടിയാരും കാണാതെ 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 പോയി. ഇത് ചെറിയ ചെറിയ സംഗതികളാണ്, വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അത് ക്ലാരിറ്റിയിൽ എക്സ്പ്രഷൻ വേണം. കീഴും നേരം അതുപോലെ നീ കണ്ടു കേഴും നേരം. അത് ആ നേരത്തിന്റെ നോട്ട് ഏതാ? നീ കണ്ടു കേഴും നേരം. ആ Yes, yes. ഇപ്പോഴാണ് അത് ഡിഫൈൻഡ് ആയത്. നേരത്തെ അത് ഡിഫൈൻഡ് ആയിരുന്നില്ല. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ യു ഗോട്ട് എ ബ്യൂട്ടിഫുൾ വോയിസ്. ചില ഇടങ്ങളിൽ എക്സ്പ്രഷൻസ് അസാധ്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും പാറുവിന്. ഓൺ ദി അതർ സൈഡ് എന്താ വെച്ചാൽ ഈ മിനിമലിസം ആകുമ്പോഴത്തേക്കും അതിൽ എക്സ്പ്രഷൻസിന്റെ അല്ലെങ്കിൽ ഈ ടെക്നിക്കാലിറ്റീസിന്റെ ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ അത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് ഒരു ഹാഫ് നോട്ടും കൂടെ കയറ്റി പാടിപ്പിക്കാൻ തോന്നുന്നു. അതെന്താന്നറിയില്ല, പക്ഷെ അത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അര കയറ്റി പാടി നോക്കാം. ദൂരെ ദൂരെയാഴി പിന്നിൻ നീഴാം പൂമീട കാണാൻ ആരിൻ മുത്തേ നിന്നെ കൂട്ടിയാരും കാണാതെ പോയി. ആഴം കാണാ താഴ്വാരങ്ങൾ നീ കണ്ടു കേഴും നേരം. കാണാ കണ്ണീരാഴം. ഓക്കെ, നെക്സ്റ്റ്. നിന്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാനുറക്കി പൊന്നും കുരിശാലും ഒരു താലി ചാർത്തിടും. മുത്തേ നിന്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാനുറക്കി പൊന്നും കുരിശാലും ഒരു താലി ചാർത്തിടും. ആഹാ. ഓക്കെ. ഈ പിച്ചും വളരെ കംഫർട്ടബിൾ ആണ്. ഗൗരിയുടെ സ്ട്രോങ് പോയിന്റ് ആ ഹയർ നോട്ട്സിലാണ്. അത് എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ്. അപ്പം എനിക്ക് ഒന്ന് സ്കെയിൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ആ ഹയർ പോർഷൻസ് എന്താണെന്നറിയാം, ആ വോയിസിന് നല്ല സ്ട്രെങ്ത് വരുന്നു. സ്ട്രെങ്ത് വരുമ്പോൾ അധികം ഏറി ആവാതെ എന്താ പറയാ, കുറച്ചുകൂടെ ഫീൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നുണ്ട്. അത് കറക്റ്റ് ആണോ എം ജെ സർ? അതെല്ലാം മാർക്കറിയാം നമുക്ക്. ആ. പാറുക്കുട്ടിയുടെ ടുഡേ സ്കോർ ഇസ് 97 out of 100. അപ്പൊ പാറുക്കുട്ടി എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ നമ്മൾ പാട്ടിൽ വർക്ക് ചെയ്യാ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. അടുത്തതായി പാടാനെത്തുന്നു നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആദികേഷ്. വെൽക്കം. ഒരു അപ്പൂപ്പൻ എത്തിയിട്ടുണ്ട് ആ മുടിയൊക്കെ ടോപ്പ് നോക്ക്. സിംഗറിലേക്ക്. മുത്തശ്ശ, ഞാൻ മുത്തച്ഛനല്ല, പിന്നെ ആരാ? ഇന്നസെന്റ്. ഇന്നസെന്റ് ഏട്ടനാ? ഇതെന്താ കയ്യിൽ ആനയോ? ആനയുണ്ട്, ഡയറി ഉണ്ട്, കുറെ അയ്യോ, സാധനങ്ങളുമായിട്ട് എനിക്ക് ആണല്ലേ? വരണോ അങ്ങോട്ട്? കാണുന്നില്ല ചിമിട്ടിനൊന്നും. സ്പൈഡർമാൻ, പിന്നെ സ്റ്റിക്കറാണോ? ഇന്ത്യൻ flag ഒക്കെ ഉണ്ട്. രാജ്യസ്നേഹമുള്ളവനാണ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്, പിന്നെ ഒരു മോട്ടുവാന, പിന്നെ ഒരു സിംഹം, ഡോൾഫിൻ, മൂങ്ങ, ഹായ്. പിന്നെ ഒരു കാട്. ഇത്രയാണ് ഇതിലുള്ളത്. ആഹാ. പിന്നെ ഒരു ആന. അതെ, ഇതെന്താ യേശു. സർ? ആ ഈ ആന എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവല്ലേ? ഇതെങ്ങനെ ഈ ആന ഇത്രയും ചെറുതായി? ആ കമ്പൊക്കെ വെച്ച് ആ ആന അടിച്ച അയ്യോ, ആന പാവല്ലേ? അതാ ശരിക്കും അടിച്ചു. അയ്യോ അയ്യോ, അങ്ങനെ നോക്കാമോ? അയ്യോ പാവം. അങ്ങനെ അടിക്കാമോ? ആ. ആനക്ക് വേനെടുക്കൂലേ? ഇല്ല, അതെന്താ? അത് ആന അടിച്ച ആന കൊമ്പ് വെച്ച് നമ്മളെ കുത്തും. ആ, തിരിച്ചു കിട്ടും. അതുകൊണ്ട് ആനയ്ക്ക് കുഴപ്പമില്ല. വേദിക്കില്ല. ആ. ഒരു തോർത്ത് കിട്ടിട്ടുണ്ടല്ലോ, അതെന്താണ്? ഇന്നസെന്റിനെ പോലെ
അതുപോലെ ഇന്നസെന്റ് അങ്കിളിനെ പോലെയാണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ആക്കിയിരിക്കുന്നത്. ഏത് പാട്ടാ പാടുന്നത്? ഇന്നസെന്റിനെ പോലെ ഏത് പാട്ടാ? ആനച്ചന്തം. ഓ അത് ഇന്നസെന്റ് ഏട്ടൻ പാടിയ പാട്ടല്ലേ? ഓ അതാണ് ഇന്നസെന്റ്. ഞാൻ വിചാരിച്ചു ഓർമ്മയുണ്ടോ ഈ മുഖം? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ ഉണ്ടല്ലോ. ഒന്ന് ഈ മുഖം. ഉണ്ട് ഉണ്ട്. ഈ മുഖം ഓർമ്മയുണ്ട്. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. സിനിമ ഗജകേസരി യോഗം. പാടിയത് ഇന്നസെന്റ് അപ്പൂപ്പൻ. ആ റിലിക്സ് കൈതപ്പുറം മാഷ്. മ്യൂസിക് ജോൺസൺ മാഷ്. ഓക്കെ. ഓക്കെ. ആനടുത്ത് പാടാൻ പോകുന്ന പാട്ടാണ്. ആ ഓക്കെ ആ. പാടിക്കോണേ. ഉം. ആനച്ചന്തം ഗണപതി
ആഹാ സൂപ്പർ സൂപ്പർ കാലക്കി अरे आओ ना मिटकन समझा तुमको हिंदी पता है? पता है पता नहीं। എന്റെ അമ്മ ഹിന്ദി അറിയാമോ? മീനുകൂടാ, എന്തോ എനിക്കറിയാവുന്ന ഹിന്ദി ഇത്രയാണ്. ആ. ഗായ് ദൂത് ദേത്തി ഹൈ. എനിക്ക് മുജെ മാലു मुझे मालूम മുജെ മാലു ഞാൻ രണ്ട് ഹിന്ദിയിലുള്ള വാക്ക് പറയും. ആ. रुद्रा क्यों माँ और रुद्रा के जादू में कई शब्द करना माइस का सिबाइस का बुम चिक चिक बुम രണ്ടാമത്തത് ശിവ ശിവ നാം ഹേ മേരാ എന്റെ പേര് ശിവ എന്റെ പേര് ശിവയോ ओ तुम्हारा नाम शिवा है क्या? തുമാരാ നാം കേശു ഹേ നാ? ആ പിന്നെ എങ്ങനെ ശിവനായി? ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ആദ്യം പറഞ്ഞ എന്താ ബൂം ചിക്ക ബൂം ബൂം എന്നൊക്കെ ബൂം ചിക്ക പറഞ്ഞു ബൂം. ചിക്ക കേട്ടു ബും അവസാനം. ബും മാജിക്കറിയാമെങ്കിൽ അത് ആർക്കും പറ്റും. ഓ അത് ശരി ഇതൊക്കെ ഇല്ലേ പഠിക്കാൻ കാർട്ടൂൺ കാണുന്ന നിങ്ങള്. കാർട്ടൂൺ. ശരി 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 आप तो बहुत अच्छी तरह वो गाना गाया. മനസ്സിലായ? എന്റെ മറ്റേ ആ എന്താ ചേച്ചിക്കറിയാം നല്ലപോലെ ഹിന്ദി. ചേച്ചിക്കല്ല, ഞാൻ കേശുവിനെ അറിയാന്ന് ചോദിച്ചു. ആ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ? എം ജെ അങ്കിൾ പറഞ്ഞത് ആ. നല്ലായിട്ട് ഞാൻ പാടിയെന്ന്. യെസ്. Yes. അപ്പൊ ഞാൻ ഹിന്ദി ചേച്ചി. സംഭവം മനസ്സിലായാ മതി, അതെ. ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. ആവൂനെന്ന് പറഞ്ഞ എന്താ അർത്ഥം? വരാൻ വരാൻ. ആ, പിന്നെ പീച്ചെ സംശ. മോഡ്. ഈ ആന ബാക്കിലോട്ട് പോവാൻ. पीछे मोड़ പീച്ചെ മോഡ്. ഡെമോൺസ്ട്രേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെണ്ണം പറഞ്ഞല്ലോ, എന്തുവാ ദാനെ മോഡ്. അങ്ങനെ ബായ എന്താ മോഡ്. പറഞ്ഞത്? ഭയമൂത്ത്. ആ ബായ बाय മോഡ്. मोड़ എന്താണ്? അത് സാറിന് അറിയില്ല. അങ്ങോട്ട് പോകാനോ ഇടത്തോട്ട് തിരിയാൻ അതെ, കണ്ണൂരിലെ ബായ മൂഡ് എന്ന് പറഞ്ഞാൽ വായ പൊത്തിക്കുമെന്നാണ്. വായ മൂടത് സോറി. ബായ മോഡ്. ഓക്കെ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. എനിക്ക് ICC ഇന്റർ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. എന്തിനാ? കൺഗ്രാജുലേഷൻസ്. എന്തിനാ പാട്ട് പാടിയതിനാണോ? ആ ഏത്? ആനക്കൊമ്പൻ. ആനക്കൊമ്പനോ? അങ്ങനെ ഒരു പാട്ടുണ്ടോ? കുറച്ചായിട്ട് ആനയിലാട്ടോ പിടിച്ചിരിക്കുന്നത്. അതേത് പാട്ടാ? അമ്മ പറയാ മലയാളം റെസിറ്റേഷൻ. റെസിറ്റേഷൻ ഓ, ആണോ? recitation. ആ. അതെങ്ങനെയാ അത്? അമ്മ തുറക്കത്തിൽ പറ ഒന്ന്. അമ്പലഗോപുര. അമ്പലഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്കേ ആനയിലെത്തിരി കമ്പമിനിക്കുണ്ടേ. ആഹാ. അമ്പലഗോപുരനടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്കേ ആനയിലെത്തിരി കമ്പമിനിക്കുണ്ടേ. മുൻപിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തൻ ചില്ലകൾ ചീന്താൻ വേണ്ട ആഹാ, ആഹാ. കരുത്തുണ്ട്, കരുത്തുണ്ട്. അതെനിക്ക് ഭയങ്കര കരുത്താണ്. സൂപ്പർ 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 സൂപ്പർ. കേശുവിന് എന്തൊരു കരുത്താണ്. അതെ. ആ, നല്ല കഴിവ് കൊടുക്കാം. അപ്പൊ മത്സരത്തിന് അമ്മയാണോ ആദ്യം പറഞ്ഞു തന്നെ ഫസ്റ്റ് 2 ലൈൻസ്? ആണോ? അപ്പൊ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറയും അല്ലേ? ആ. ആ. മധു, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. കറക്റ്റ് കലക്കി. ആ ഡയലോഗ് എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് ആനച്ചന്തം കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണില്ലേ? ആ കറക്റ്റ് താളമൊക്കെ കീപ്പ് ചെയ്ത ആ ഡയലോഗ് ഒക്കെ പറഞ്ഞത് സൂപ്പർ ആയിരുന്നു അയ്യോ, കേട്ടോ. പിന്നെ എനിക്കെന്താ ഇഷ്ടപ്പെട്ട അറിയോ? ആ തോട്ടി കുടുക്കി ഉടക്കാൻ ഉണ്ണി കുടവയറാണേന്ന് പറഞ്ഞിട്ട് തുമ്പിക്കൈ മൂക്കോളം 3, 4. നഖമുണ്ടേ വിരലോളം, തുമ്പിക്കൈ മൂക്കോളം നഖമുണ്ടേ വിരലോളം, തോട്ടിക്കുടുക്കിയുടക്കാനൊന്നിക്കുടവേറാനേ. ഓ, ചെമ്പു നിറഞ്ഞു കവിഞ്ഞൊരു കൊച്ചിന് 100 വെള്ളം ജാറാണ്, ചെമ്പു നിറഞ്ഞു കവിഞ്ഞൊരു കൊച്ചിന് 100 വെള്ളം ജാറാണ്, നിനക്ക് കാനാ പീനാ കോളാണ്. വെരി നൈസ്, വെരി നൈസ്. കാലക്കി. അവൻ മൊത്തം പാടുന്നു. അതെ 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 അതെ. നമുക്കൊരു മഴ പെയ്പ്പിച്ചാലോ സർ? ഒരിട്ടങ്ങനെ ഒരു കേശു മധുരമഴ. ആനയുടെ തല വീണു. 10 വരെയാണ് അതിനുള്ളിൽ ഇറക്കണേ. ഗജകേസരി വരമാണ്, പട്ടോലത്തെളിവാണ്, ഗജകേസരി വരമാണ്, പട്ടോലത്തെളിവാണ്, പിടിയാനയ്ക്കൊരു പഞ്ഞും ജങ്കലും ഉള്ളൊരിപ്പാണ്,
മധു, ഇതിന്റെ റെക്കോർഡിംഗ് ഒരു കഥയുണ്ട് കേട്ടോ. അത് ഇന്നസെന്റ് സാർ പറഞ്ഞിട്ടുള്ളതാണ്. AVM സ്റ്റുഡിയോസിലെ മറ്റാണ് ഇത് റെക്കോർഡ് ചെയ്ത്. അപ്പൊ ഇന്നസെന്റ് സാർ പാടിയാൽ മതി എന്ന് തീരുമാനിച്ചു. ശരി. അപ്പൊ അവിടെ വന്ന് ഇന്നസെന്റ് സാർ വന്നു. അപ്പൊ സാധാരണ ഒരുപാട് ടേക്ക് എടുക്കൂലേ പാട്ടുകാരൊക്കെ. അപ്പൊ ഇന്നസെന്റ് സാർ വിചാരിച്ച് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണിയായിരിക്കുന്നു. പക്ഷെ അവിടെ ചെന്ന് ഒരൊറ്റ പ്രാവശ്യം പാടി ജോൺ ചേട്ടൻ ഓക്കെ പറഞ്ഞു. ആണല്ലേ? ഒരൊറ്റ ടേക്കിലെടുത്ത പാട്ടാണ്. അപ്പൊ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇന്നസെന്റ് സാർ ഇങ്ങനെ നോക്കി. അപ്പൊ ജോൺ ചേട്ടൻ ഒന്നും പറയുന്നില്ല. അത് നന്നായി എന്നൊക്കെ പറയാം. അപ്പൊ ഇതെന്താ കാരണം എന്നൊന്ന് ചോദിക്കാം എന്ന് വെച്ചിട്ട് ജോൺ ചേട്ടൻ്റെ അടുത്ത് പോയി. എന്താ ജോൺസാ ഒരൊറ്റ ടേക്കില് ഓക്കെ ആക്കിയത് ചോദിച്ചു. അപ്പൊ ജോൺ ചേട്ടൻ പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു 100 പ്രാവശ്യം പാടിയാലും ഇതുപോലെയല്ലേ പാടൂ. അങ്ങനെയാണ് ഈ ആരച്ചത്വത്തിന്റെ കഥ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലേ? ആ കറക്റ്റ് ഡയലോഗും പാടുമല്ലോ. ഒരു റിയൽ ആർട്ടിസ്റ്റ് അല്ലേ? അതെ, ശരിക്കും. അതെ 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 അതെ. ആര്യ ചേച്ചി, ഇനി ആരാ എത്തുന്നതെന്ന് അറിയാമോ? ട്രെയിൻ വഴി. അതെ, ഗോവയിൽ ട്രെയിനിൽ മാത്രം എത്തുന്ന ഒരാൾ വരാൻ പോവാണ്. നമ്മുടെ ദക്ഷ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. ഹായ് സർ. എന്താടാ ഞാൻ ഇത്ര അധികം നിന്നെ മിസ് ചെയ്യുന്നത്? കുറച്ച് ദിവസമായി കണ്ടിട്ട്. എവിടെ പോയി നീ? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ ശബ്ദം, നിന്റെ പാട്ട്, നിന്റെ സംഗീതം, നിന്റെ സംസാരം, ഇതൊക്കെ കേൾക്കാനായിട്ടുള്ള വെമ്പൽ കൊണ്ടായിരിക്കാം. ആക്ഷൻസ്, മാനറിസംസ് എല്ലാം ഭയങ്കര മൾട്ടി ഫേസഡ് ടാലന്റ് ആണല്ലോ. അതെ, ബഹുമുഖ പ്രതിഭ. എത്ര മുഖം ഉണ്ടേ നിനക്ക്? ഒറ്റ മുഖല്ലേ? അല്ല, പല മുഖങ്ങളുണ്ട്. അത് ഓരോ റൗണ്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പല മുഖങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ഏതാണ് പാട്ട് മക്കളെ? വെള്ളാര പൂമലമേലെ. ആടി വരുന്നു. നീയാണോ ഓണത്താർ? അല്ല സർ. ഞാനല്ല, അവൻ ഉറപ്പാവൻ അതല്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ 2 മിനിറ്റ് ആലോചിക്കും ഞാനാണോ. പോരട്ടെ, ഡീറ്റെയിൽസ്. സിനിമ വരവേൽപ്പ്, വർഷം 1989, ലിറിക്സ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സർ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, പാടിയത് യേശുദാസ് സർ. ഒരു ബ്യൂട്ടിഫുൾ സെലക്ഷൻ ആണ്. നന്നായി പാടിക്കോളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. അല്ല, ഒറ്റ കാര്യം. ഈ പാട്ടിൽ തന്നെ, ഈ സിനിമയില് ഈ പാട്ടുണ്ടല്ലോ, അപ്പൊ ഈ പാട്ടില് ഒറ്റ സീന് ഈ പാട്ടിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് മനസ്സിലായി. ജോൺ സേട്ടനാണ്, ബസ്സിലാണ്. കറക്റ്റാണ്. പിടിച്ച് ഞാനിതെങ്ങനെ മനസ്സിലാക്കിച്ചാ, സത്യനന്ദിക്കാട് സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ജോൺ സേട്ടൻ ഈ ലൊക്കേഷനിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ അഭിനയിക്കാനായിട്ട് പറയുകയും അങ്ങനെ ജോൺ സേട്ടൻ അതിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഈ വരവേൽപ്പ് സിനിമയില്. ജോൺ ചേട്ടനെ വേറെ അധികം സിനിമകളിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. മ്യൂസിക് കമ്പോസേഴ്സ് പൊതുവെ സിനിമകളിൽ അഭിനയിക്കുന്നത് നമ്മൾ കുറവായിട്ടേ കാണാറുള്ളൂ അല്ലെ? അപ്പൊ ജോൺ ചേട്ടൻ അഭിനയിച്ച സിനിമയും കൂടെയാണ് തീർച്ചയായിട്ടും. ഒരു മ്യൂസിക് ഡയറക്ടർ അഭിനയിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. ഞാൻ അഭിനയിച്ചതിന്റെ കഥ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അവസാനമായി അഭിനയിച്ചത് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു. അല്ലെങ്കിൽ അഭിനയിക്കാൻ ശ്രമിച്ചത് അതിലായിരുന്നു. അപ്പൊ ഞാനും പ്രിയയും 2 മക്കളും കൂടെ ഈ സിനിമ കാണാൻ പോവാ. അപ്പൊ ഞാൻ വളരെ ഗംഭീരമായിട്ട് ഒരു ഭയങ്കര അഭിനയത്തിന്റെ ഒരു സാമ്രാട്ടാണെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയിരിക്കുക. അപ്പൊ സിനിമ കഴിഞ്ഞ ഉടനെ 2 മക്കൾക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെന്ത് ഇത്രയും ബോറായി പോയോ എന്ന് വിചാരിച്ചു. അപ്പൊ ഉടനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വേറെ ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെയും പറയാത്തത്. ഇപ്പൊ ചെയ്തിരിക്കട്ടെ, ഇനി മേലാൽ ചെയ്യരുത്. അപ്പൊ മാത്രമല്ല, VK പ്രകാശേട്ടൻ എന്നെ വഞ്ചിച്ചു. പ്രകാശേട്ടൻ എടുത്ത് പറഞ്ഞു, ഈ നായകന്റെ ഒരു ഗുരുനാഥനാണ് ഈ ക്യാരക്ടർ. അയാൾ പറയുന്നതനുസരിച്ച് ഈ നായകൻ കേൾക്കൂ. അത് മാത്രമല്ല, പാട്ട് പൂർണ്ണമായിട്ടും ജയനെ വെച്ച് ചിത്രീകരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ പോയത്. ഒരു രാത്രി മുഴുവനും ഞാൻ അഭിനയിച്ചു ഒരു പാട്ടിൽ. നടന്ന് പാടി. ആ പാട്ട് കമ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഞാനിങ്ങനെ നടന്നു പല ഇടങ്ങളിലായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ. അത് ഷൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ അപ്പൊ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നിട്ട് പ്രിയടുത്ത് പറഞ്ഞു, ഒരു പാട്ട് മൊത്തം ഞാനാ എന്നൊക്കെ പറഞ്ഞു. അവസാനം എഡിറ്റ് ചെയ്ത് വന്നപ്പോ ഈ നായകന്റെയും നായികയുടെയും ഫസ്റ്റ് നൈറ്റ് കാണിക്കുന്ന സീൻസിന്റെ ഇടയിൽ ഒരാള് ഒരു ആവശ്യമില്ലാതെ അതൊട്ടും അല്ല, അനുയോജ്യമല്ലാത്ത സ്ഥലത്തെ കൊണ്ട് ഇട്ടേക്കണേ. കാണാൻ വേണ്ടിയിരിക്കുമ്പോ മാത്രമല്ല, ഈ ഗുരുനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആ പുള്ളി എന്ന് വെച്ചാൽ കുറച്ച് വയസ്സുണ്ട്. അപ്പൊ തന്നെ എന്റെ മുടിയൊക്കെ ഇങ്ങനെ ഗ്രേ ആക്കി നരപ്പിച്ച് അത് പോട്ടെ. ഓക്കെ, ഇയാള് ഫുൾ ടൈം ബീഡിയും
പിന്നെ വെള്ളമടിക്കും. ഓ ആ ഞാനിത് രണ്ടും ചെയ്തിട്ടില്ല. അപ്പൊ ബീഡി വലിക്കാൻ പഠിക്കുക ആദ്യത്തെ ദിവസം. അപ്പൊ ബീഡി വലിക്കുമ്പോ ചുമച്ച് ഒരു വഴിയാവും. ഇതെങ്ങനെയാന്ന് പറഞ്ഞു പറ്റൂല സാർ. അസിസ്റ്റന്റ് പറയണം പറ്റൂല സാർ, ബീഡി വലിച്ചേ പറ്റൂ, കാരണം ക്യാരക്ടർ ബീഡി വലിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി തിരിച്ച് വീട്ടിലെത്തി. അതാണ് എന്റെ അഭിനയ ചരിത്രം. അതോടെ ഞാൻ തീരുമാനിച്ചു വേറൊരു സിനിമയ്ക്ക് എന്നടുത്ത് പറഞ്ഞു ആന്റി ഹീറോ ആയിട്ട് അഭിനയിക്കാമോ. ഞാൻ പറഞ്ഞു മ്യൂസിക് ചെയ്യാം, ഇനി മേലാൽ എന്നെ വിളിക്കരുത് അഭിനയിക്കാൻ. അടിപൊളി കഥ. കൊള്ളാം. പക്ഷെ നീ അങ്ങനെയല്ല കേട്ടോ, നിനക്ക് അഭിനയിക്കാട്ടോ, നല്ല ടാലന്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ പഠിക്കും, ഇപ്പൊ അഭിനയിക്കണ്ട. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. പൂമലമേലെ
നൈസ് വെരി നൈസ്. താങ്ക് യു സർ. കേട്ടാ യെസ് സർ. ഒരു ചെറിയൊരു ചലഞ്ച്. അവസാനം ഇങ്ങനെ സ്പീഡ് കൂടി നിൽക്കണം. ഒന്നുകൂടി സ്പീഡ് കൂട്ടി 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 കൂടി നിൽക്കണം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെരി നൈസ് വെരി നൈസ് സൂപ്പർ. കൊള്ളാം, എടുക്കണേ. നീ ധാർമ്മികനായ പൊന്നപ്പനാണടാ. താങ്ക് യു സർ. തങ്കപ്പൻ. തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പൻ. താങ്ക് യു സർ. ആഹാ, എന്ത് രസമുള്ള ഒരു പാട്ടാണ് അത്. നമ്മുടെ കേരളം എത്ര അധികം സൗന്ദര്യമാർന്നതാണ് അല്ലെ. എത്രയോ കവികൾ നമ്മുടെ കേരളത്തിനെ പറ്റി പാടിയിട്ടുണ്ട്. അപ്പൊ ഇതില് കൈതപ്രം സാർ, ഒരു വലിയ നമസ്കാരം അദ്ദേഹത്തിന്, കൈതപ്രം സാറിന്. ഈ ഓണത്താർ എന്ന് പറഞ്ഞത് അത് ശരിക്കും ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ അല്ലെ മോൻ അറിയാമായിരിക്കും അല്ലെ. ഓണത്തിന്റെ സമയത്ത് ഓണം അറിയിച്ചുകൊണ്ട് വരുന്ന തെയ്യത്തിന്റെ പേരാണ് ഓണത്താർ എന്നുള്ളത്. അത് ഉത്രാടം, തിരുവോണം ദിവസത്തിലൊക്കെ മഹാബലിയായിട്ട് വരും. ചെറു ദിവസം കൃഷ്ണനായിട്ട് വരും, മഹാവിഷ്ണു സങ്കല്പത്തിൽ വരും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓണത്താറാണ് അത്. തെയ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടുവളയൊക്കെ അണിഞ്ഞിട്ട് ചെണ്ടമേളത്തോടു കൂടി ഒക്കെയാണ് വരവ് അല്ലെ. മിക്കവാറും കുട്ടികളായിരിക്കും അത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ തെയ്യമായിട്ട് വരുന്നത്. നന്നായിട്ട് പാടി, പലയിടങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവസാനം പിന്നെ വീണ്ടും സ്പീഡ് കൂട്ടാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി റിതമിക്കായിട്ട് പാടാം എന്നുള്ളതാണ്. അതായത് റിതമിക്കായിട്ട് പാടുന്ന പറഞ്ഞാൽ ആ താളം എങ്ങനെയാണ്? ജുഞ്ചുക്ക 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 ജുഞ്ചക്ക 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 ഇങ്ങനെയല്ലേ. അപ്പൊ ഈ ജിഞ്ചക്ക റിതം നമുക്ക് ഒന്ന് പിടിക്കണം. പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അപ്പോഴാണ് ആഘോഷം കൂടുക. ഇതൊരു ആഘോഷമാണ്, നമ്മുടെ കേരളത്തിന്റെ ആഘോഷമാണ്, ആ വരവേൽപ്പിന്റെ ആഘോഷമാണ്, ആ ക്യാരക്ടേഴ്സിന്റെ ആഘോഷമാണ്, ഇവിടെ ദക്ഷിന്റെ ആഘോഷമാണ്. അപ്പൊ ആ ആഘോഷം കുറച്ചുകൂടെ, ആഘോഷം വൈബ് കുറച്ചുകൂടെ വേണം. അതിന് റിതമിക്കായിട്ട് പാടണം. ഇപ്പൊ ദിൻ തക്ക തക്ക ദിൻ തക്ക തക്ക ദിൻ തക്ക തക്ക ദിൻ തക്ക, ഈ ഋതം വരുന്ന അതിന്റെ കൂടെ ചേർന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. ഇത് സജഷൻ ആണ് കേട്ടോ, ഒരു കുറ്റമോ കുറവോ ഒന്നും ആണെന്ന് കരുതരുത് കേട്ടോ. ജസ്റ്റ് ഫോർ യു ടു ഇംപ്രൂവ്. താങ്ക് യു. നന്നായിട്ട് പാടി. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. MJ പറഞ്ഞ കാര്യം, ടെമ്പോ ആ കറക്റ്റ് ഗ്രൂവില് നല്ല റിതമിക്കായിട്ട് നല്ല രസമായിട്ട് പാടണം. പിന്നെ എനിക്ക് പല്ലവി അനുപല്ലവി എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ അതിന്റെ സെക്കൻഡ് ടൈം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ഫസ്റ്റ് ടൈം പിന്നെ സെക്കൻഡ് ടൈമിൽ പാണം വരുമ്പോഴും അതും കുറച്ച് പാണൻ എന്നുള്ള ഭാഗം അവിടെയും കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു. എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അഗ്രി. ഓക്കെ, സമ്മതിക്കുന്നു. യെസ്, കൊള്ളാം. ദക്ഷുട്ട ഒരു ഡൗട്ട് വെക്കട്ടെ, ജലദോഷം ഉണ്ടോ? ജലദോഷം ഇല്ല, പക്ഷെ ലൈറ്റ് ആയിട്ട് മൂക്കടഞ്ഞിട്ടുണ്ട്. ഫുള്ളി അല്ല,
ഇത്തിരി ഒരു പകുതി അടഞ്ഞിട്ടുണ്ട്. ഒരു നോസ്ട്രൽ അടഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് എന്താ അറിയോ, ആന്ന് പാടുമ്പം എന്ന് കേൾക്കുന്നു, ഏന്ന് പാടുമ്പോ ഈന്ന് കേൾക്കുന്നു. അത് ഞാൻ വായ അധികം തുറക്കാൻ തുറക്കണ്ടാണ് പാടിയേ. അത് അങ്ങനെ ആയി പോണതാ. പ്രാക്ടീസ് ചെയ്താ. ഓക്കെ. അങ്ങനെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ എ ഈ ഊ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം പാടാൻ വേണ്ടി. കാരണം ഇവിടെ ഓണത്താറാടി വരുന്നീ എന്നാ കേൾക്കുന്നത്, ഇവിടുന്ന് എ സൗണ്ട് അല്ല വരുന്നത്. അപ്പോൾ ഓവറോൾ കിടിലം വൈബാണ്. എനിക്ക് എപ്പോഴും ദക്ഷ് വരുമ്പോ ഒരു ഉന്മേഷം ദക്ഷിന്റെ കൂടെ സ്റ്റേജിൽ വരും. ആ ഒരു ഓറയുണ്ടല്ലോ, ഒരു ഉന്മേഷത്തിന്റെ ഒരു ഓറ, അത് എനിക്ക് ഈ പാട്ടിലും കിട്ടി. ഗുഡ് ജോബ്. അടിപൊളി. താങ്ക് യു മാം. So, Dakshan, Dharmigan, യെസ് സർ. going to be awarded 98.5 on 100 today. താങ്ക് യു സർ. മധു, വരവേൽപ്പ് സിനിമയിലെ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മുരളി എന്നാണ് പേരെന്നാണ് ഓർക്കുന്നത്. അതെ. അപ്പൊ മുരളിയെ പോലെ എത്ര അധികം ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില്. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന്, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് കുറെ ഇവിടെ ബിസിനസ് ഒക്കെ തുടങ്ങാന്ന് വിചാരിച്ചു, പിന്നെ അതെല്ലാം നടക്കാതെ നിരാശരായി തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോകുന്ന പോയിരുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. പക്ഷെ മതങ്ങളെ ഇനി അങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യം വരില്ല അതെ കേട്ടോ. അതെ. കാരണം സ്റ്റാർട്ടപ്പ് രംഗത്ത് ഒരുപാട് നല്ല നല്ല പദ്ധതികളാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ്. ഇവിടെ തന്നെ അതിന് വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ അനുഷ്ക കുട്ടിയുടെ അമ്മ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി പൊക്കോണ്ടിരിക്കുകയാണ്. ചേച്ചിയോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിന്? ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു 1500 രൂപയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പിൽ കൊണ്ട് വെച്ചു. അങ്ങനെ അത് സെയിലായി. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പൊ ഒരു 10 വർഷമായി. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലോണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ പോണുണ്ട്. ബിസിനസ് നന്നായിട്ട് ബിസിനസ് നന്നായിട്ട് പോണുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങള് ഒരു KSF ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹാപ്പി എനിക്കും അടിച്ചു വന്നു. KSF ചിട്ടി ചേർന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 10 ലക്ഷത്തിന്റെ ചിട്ടിയായിരുന്നു. അത് നറുക്കെടുപ്പിലൂടെ വീണു. 12 ലക്ഷത്തിന്റെ ആയിരുന്നു. അപ്പൊ ഒരു 11 ലക്ഷത്തി സംതിങ് ഞങ്ങൾക്ക് അപ്പൊ സ്റ്റാർട്ടിങ് കിട്ടി, എമൗണ്ട് കിട്ടി. അപ്പോ രണ്ടാമതും ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ആദ്യം തുടങ്ങിയപ്പോ ഞാൻ തനിയായിരുന്നു. ഇപ്പൊ ഒരു 8-9 സ്റ്റാഫ് ഉണ്ട്, കൂടെ വർക്കേഴ്സ് ഉണ്ട്. ഇനി അവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഒരു യൂണിറ്റ് പോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മതങ്ങളെ, വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടി രൂപ മൂല്യമുള്ള യൂണിക്കോൺ കമ്പനികളും ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയാണിത്. 6261 സ്റ്റാർട്ടപ്പുകളിലായിട്ട് 62,000-ത്തിലധികം തൊഴിലവസരങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 1074 സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ലോക നിലവാരത്തിലുള്ള പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗം പുതിയ സംരംഭകർക്കായിട്ട് ഓഫർ ചെയ്യുന്നത്. നല്ലൊരാശയവും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിലൂടെ സക്സസ് ഉറപ്പാക്കാം എന്നതിനുള്ള ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ അനുഷ്കയുടെ അമ്മ ചേച്ചി എന്ന് പറയുന്നത്. അതെ മേൻകുട്ട, നല്ല നല്ല ഐഡിയകൾ വരട്ടെ. ഇനിയും നമുക്ക് കേരളത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ബൈ ദക്ഷകുട്ട. ബൈ 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 ബൈ. മധുങ്ങൾ, ഓയ്. മധുങ്ങളുടെ തമാശകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കാറില്ലേ? എനിക്കറിഞ്ഞൂടാ. കാണാറില്ലേ മധുങ്ങൾ? ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ ചിരി വന്നില്ലെങ്കിൽ തന്നെ മധുങ്ങൾ വിഷമാവോന്ന് പറഞ്ഞ് ഞാനെങ്കിലും പൊട്ടിച്ചിരിക്കാറില്ലേ? മനസ്സിലാവാറില്ലേ? എനിക്ക് വിഷമം ഉണ്ടാവാണ്ടിരിക്കാനാ ചിരിക്കണെന്ന് എനിക്കറിയാം. അപ്പൊ അതിന്റെ കൂടെ പറയിപ്പിക്കണായിരുന്നോ? ഒന്നും പറഞ്ഞ പോലെ. അത് കേട്ടിട്ട് എനിക്ക് അത്ര വലിയ ചിരിയൊന്നും വരാറില്ല. പക്ഷെ MJ ചിരിക്കാറില്ല. പക്ഷെ ഞാൻ മധുങ്ങളിൽ വിഷമാവോന്ന് ഓർത്തിട്ട് ചിരിക്കും. എനിക്ക് മധുങ്ങളിൽ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ചിരിക്കും. മധുങ്ങൾ ആര് ചിരിക്കും, ഞാൻ ചിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ ഒന്നിച്ച് ചിരിക്കാൻ പോവാണ്. കാരണം ചിരി റൗണ്ടാണ് വരാൻ പോകുന്നത്. ആരാണ് വരുന്നതെന്ന് അറിയാമോ? ഇന്ദ്രൻസോ? അത് അച്ഛന്റെ പേരാട്ടോ. ജനീലിയ. ചേട്ടൻ എഴുന്നേറ്റ് നിന്നു. അതെ, ജനീലിയ കുട്ടിയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഓടുന്നതിന് വെച്ചാ നാളെ ഒരു അച്ഛന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കേട്ടു. എന്നേട്ടാ ആണോ? ആണോ? ആർക്കാ വിഷമം? എനിക്ക് ആണല്ലേ? അച്ഛനല്ല അല്ലേ?
ഇല്ല അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അല്ലേ. അല്ലേ സംശയം. രണ്ടുപേർക്കും വിഷമമുണ്ടെന്ന് അറിയാം അല്ലേ? ഇല്ല, അത് എന്താന്ന് വെച്ചാ അമ്മ നാളെ പോവല്ലേ, അപ്പം എനിക്ക് അമ്മ എപ്പോഴും ഉപദേശം തരും. എല്ലാ അമ്മമാരും ഉപദേശം തരും, പക്ഷെ സ്വാഭാവികമാണല്ലോ. അതുണ്ട്, അമ്മയും ഉപദേശം തരും. ഇപ്പം രാത്രി ഇപ്പൊ ഉറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് എന്നെ എണീപ്പിച്ചിട്ട് മോനെ മോനെ മോൻ ഇന്ന് പാടിയില്ലേ, ഉറങ്ങി കിടക്കുമ്പോഴാ? ശരി. അങ്ങനെ വെച്ചാ കിടന്നു കഴിഞ്ഞിട്ട് ആ മോനെ മോൻ അങ്ങനെ പാടുമ്പോഴേ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പം എപ്പോഴും ഉപദേശം. ഞാൻ വിചാരിച്ചത് ജല്ലിയ ഡീപ് സീ അങ്ങനെയാന്ന് വിചാരിച്ചു. അത്രയും കാണത്തില്ല, എനിക്കും പറയാൻ പറ്റില്ല, ഓർമ്മയില്ല അധികം. അപ്പം ഈ ഉപദേശമൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആദ്യം കുറച്ച് അനോയിങ് ആയിരിക്കുമല്ലോ. ഓ എന്തിനാ ഇത് പറഞ്ഞ് ഞാൻ ചിലതൊന്നും കേൾക്കത്തില്ല. ഞാൻ കേൾക്കത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ അത് മിസ് ചെയ്യും ഞാൻ. എനിക്ക് വെച്ചാ അമ്മ വന്നിട്ടാണല്ലോ എനിക്ക് ഫസ്റ്റ് 100 കിട്ടുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടാ, അപ്പയെ ഓടിക്ക, അമ്മ ഇവിടെ നിക്കട്ടെ. വിശ്വസിച്ചു ആണല്ലേ? ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നാളെ പോകുമ്പോ. അങ്കിളിന് പറയാനുള്ള വേറൊരു വശമുണ്ട് ഇതിന്. അതായത് ഇപ്പൊ അമ്മ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് ഒരു ഉപദേശം, അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഉപദേശമായിരിക്കും. പക്ഷെ ഷെയറിങ് ആണെങ്കിൽ, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ ലൈഫിൽ. അപ്പോൾ അമ്മ പറയുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അല്ലേ. ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറേ പുതിയ ഒരു യാത്ര നമുക്ക് കിട്ടും മക്കളെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉപദേശമായിട്ട് എടുക്കണ്ട, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ്. അത് മക്കളോടല്ലാതെ പിന്നെ അച്ഛനും അമ്മയും ആർത്താ പറയാ, വെളിയിൽ പോയി ആർത്തേക്കും ഉപദേശിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ അവരാരും കേൾക്കോ? ഇല്ല, മക്കളുടെ അടുത്താണ്. മക്കളെ ഏറ്റവും നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ. അപ്പൊ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും പോസിറ്റീവ്. എന്തായാലും അമ്മ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിർത്തിയില്ലേ, അതൊരു സംഭവം തന്നെ കേട്ടോ. കഴിഞ്ഞ പാട്ട് വാനം ചായും സൂപ്പറായിരുന്നു, 100 മാർക്കും കിട്ടി അല്ലേ? അതിന്റെ സന്തോഷത്തിലല്ലേ ഇപ്പോഴും? ഓക്കെ, ഇനി അടുത്ത സന്തോഷം പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. ചമ്മയുടെ ജോക്കർ മുണ്ടൻ രാജാവ്. അതെ, സിനിമ എന്നോട് ഇഷ്ടം കൂടാമോ, വർഷം 1992, പാടിയത് ചിത്രമ്മ, മ്യൂസിക് SP വെങ്കടേഷ് സർ, ലിറിക്സ് കൈതപ്രം സർ, പാടിയത് ചിത്രമ്മ. ഓക്കെ, വെരി ഗുഡ്. ഈ ഉടുപ്പ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്, നല്ല രസമുണ്ട്. ഇത് എവിടെന്നാ? ഇത് ഏതോ ആര് വാങ്ങിച്ചത്? ഇത് ഞാനും അപ്പയും മേടിച്ചാ. ആണോ? നല്ല സെലക്ഷൻ. കാണാൻ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് SP വെങ്കടേഷ് സാറിനെ ഒന്ന് ഓർക്കണം. എത്ര ബ്യൂട്ടിഫുൾ സോങ്സ് എല്ലാം നമ്മുടെ മനസ്സിലിരിക്കുന്ന വളരെ ലാളിത്യമാർന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നതാണ്. നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ പകലുകളിലും നമ്മുടെ രാത്രികളിലും നമ്മുടെ ഉത്സാഹങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും ഒക്കെ SP വെങ്കടേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊന്നും മരണമില്ല എന്ന് പറയുന്നത്. അതാണ് കല എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും SP വെങ്കടേഷ് സാറിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വലിയൊരു നമസ്കാരമുണ്ട്. ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ജെനിലിയ കുട്ടിയുടെ ഇന്നത്തെ പാട്ട് കേൾക്കാം. യെസ്. ചമയണ ജോക്കർ മുണ്ടൻ രാജാവേ, തീപ്പൊരി ചിതറി പെൺപടവരവായി മാറിക്കോ, തുടികളിൽ അലക്കടലിളകും തരകിടമീളും തൊക്കിലൊരു മിന്നൽ
എന്തോ എനിക്ക് ഈ ആളെ അറിഞ്ഞൂടല്ലോ. എനിക്കും ഇയാളെ അറിഞ്ഞൂടാട്ടോ. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യം കാണുക. ജെന്നിയാണോ ഈ പാട്ട് പാടിയത്? ഇപ്പൊ പാടിയത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. What is this? അത്രക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ടോട്ടൽ മേക്ക് ഓവർ ആണ്. പാട്ടുകാരിക്ക് മേക്ക് ഓവർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പാട്ട് പാടിയതിന്റെ ഇൻ ദ റെൻഡിഷൻ ഓഫ് ദ സോങ്, അതാണ് അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വളരെയധികം പ്ലേഫുൾ ആയിരുന്നു. അതാണ് ആ കുട്ടിത്തം, ആ ഇന്നസെൻസ് അതിനകത്തുണ്ട്. അതേസമയം സംഗതിയുണ്ട്. അതിനിടയിൽ ഈ ലിറിക്സ് ഏത് രീതിയിലാണോ കൺവേ ചെയ്യേണ്ടത്, പറയേണ്ടത്, പാടേണ്ടത് ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയിൽ ചില വളരെ ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് ഉണ്ടായിരുന്നു. ഓഫ് മൂമെന്റ്സ് ഓഫ് മൂമെന്റ്സ്. അതാണ്, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ രണ്ട് മൂവ്മെന്റ്സ് എന്തായിരുന്നു? ലാലേട്ടൻ. ഈ സിനിമയിൽ ലാലേട്ടൻ അല്ലല്ലോ. ഇല്ല, ഞാൻ ചുമ്മാ ഇല്ല, എന്താ എനിക്കൊന്ന് മമ്മൂട്ടി മുകേഷ് ഏട്ടനല്ലേ? മുകേഷ് ഏട്ടനാ. അല്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ഇന്നോവേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ആ സിനിമ ഒന്നും കൺസിഡർ ചെയ്തിട്ടല്ല, പക്ഷെ അത് കേട്ടപ്പോഴത്തേക്ക് അവിടെ ലാലേട്ടനാവണം തോന്നിയല്ലേ? അല്ല, ആ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടാലോ എന്തെങ്കിലും. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പത്തെ ബീജത്തിലെ ഒരു വേറൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സിനിമയ്ക്കകത്തും അങ്ങനെ. അതെങ്ങനെയായിരുന്നു? അത് That was very, very, very nice. തന്നെ ആസൂത്രണം ചെയ്തതാണ്. ജിത ഇല്ലേ, അപ്പം ഞാൻ ജിതയോട് പറഞ്ഞു, ജിത എനിക്ക് പാട്ടിനും സഹായിക്കണം എന്ന് പറഞ്ഞു. അവളാ ശരിക്കും സഹായിച്ചത്. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണുന്നുണ്ട് ജിതയുടെയും ജനീലിയുടെയും ഒരു ഡാൻസ്. അപ്പം അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമ്മുടെ കുഞ്ഞിന് കുറച്ച് മാർക്ക് കൊടുക്കാം, ബാക്കിയുള്ള മാർക്ക് ജിതയ്ക്ക് കൊടുത്തേക്കാം. എന്താ പറയുന്നത്? കുറച്ച് എഫേർട്ട് ജിതയുടെ അല്ലേ? അത് അവളുടെ പാട്ടിന് കൊടുത്തോ? പാട്ടല്ലേ? ഇതിന്ന് കുറച്ച് ഒരു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു 7 മാർക്ക് കൊടുക്കാം. കണ്ണിപ്പോ പുറത്ത് വന്ന് കിടക്കും. 100 മാർക്കിൽ 7 മാർക്ക് മാത്രമാണ്. Only 7% of your marks. അതാണ് നമുക്ക് കൊടുക്കാൻ. 93. അയ്യോ വേണ്ട. ഇതാ പാവല്ലോ, കുറെ കഷ്ടപ്പെട്ടതല്ലേ? മാർക്കിന്റെ ബൗണ്ടറി വരച്ചു അവിടെ. നമുക്ക് നോക്കാം അല്ലെ, പരിഗണിക്കാം. ഒരു മാർക്ക് എടുക്കുന്നില്ല കേട്ടോ. യു ഡിസേർവ് ഇറ്റ് thoroughly and fully. ഏറ്റവും മിടുക്കിയായിട്ട് പാടിയടാ. ഒത്തിരി സന്തോഷമായി. എന്തായാലും ഇത്രയും നന്നായിട്ട് പാടിയതല്ലേ, ഓടിച്ചെന്ന് അമ്മയ്ക്കൊരു നല്ല ഉമ്മോട്. അതെ.
അച്ഛനെ നോക്കണേ. അല്ല അപ്പൊ പറയാം എനിക്കില്ലേന്ന് പറഞ്ഞു. ആ എനിക്ക് തോന്നി. ജനീല കുട്ടി എന്തോ ഇതാരാ? പുതിയൊരു ജനീല, വേറെ ലെവൽ. എനിക്ക് ആ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടു മധുചേട്ടന്റെ ഇഷ്ടു ഞാൻ കടയെടുത്തു കുറെ. താങ്ക് യു മാം. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്, കാണാനും കേൾക്കാനും. ആ ഒരു സോങ്ങിന്റെ ഫുൾ എനർജി ഇങ്ങോട്ടേക്ക് എത്തി. ആ ഒരു വൈബ് എന്ന് പറയില്ലേ, മറ്റേ ഒരു മാറിക്കോ എന്നെല്ലാം പറയുമ്പോ ഓരോ പ്രാവശ്യവും മാറിക്കോ എന്ന് തന്നെ പറയുന്ന പോലെ ഉണ്ട്. അപ്പൊ അതൊരു പാട്ട് മാത്രം രസം എന്താണെന്നറിയോ, ഇതിന്റെ ഇടയിൽ വരുന്ന മെലഡീസ് ഇല്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ ആ മെലഡീസ് വന്നിട്ടുണ്ട്. എൻഡില് ഞാൻ അവസാനം വരെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കോ, പാർക്ക് ചെയ്യാൻ പ്രശ്നമാവോ, അവസാനം വണ്ടി കൊണ്ടുപോയി ഇടിക്കോ എന്ന് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് വരെ നോക്കിയിരുന്നു. പക്ഷെ നോ, ഒരു പ്രശ്നമില്ലാതെ പാർക്ക് ചെയ്തു. അടിപൊളിയായി. ഓൾ ദ ബെസ്റ്റ്. കിടിലൻ പെർഫോമൻസ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജനീലിയ ആൻഡ് പ്രൈസൺ. ഇത് ആരാ? ഇത് വളരെ ഇതുവരെ കാണാത്ത ജനീലിയ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പുതിയ മുഖം. അതെ, ഇപ്പൊ കഴിഞ്ഞ 2 പാട്ടുകളായിട്ട് കലക്കുകയാണല്ലോ. ഇങ്ങനെയുണ്ടോ മാറ്റം ഒരു മനുഷ്യന്? അപ്പൊ എന്തായാലും കൊള്ളാം. ഈ വേഷവും ഈ പാട്ടും ഇന്ന് കളിച്ച സ്റ്റെപ്സും അത് ഉണ്ടായിരുന്നില്ല, ഡാൻസ് ഒക്കെ വളരെ വളരെ മനോഹരായിരുന്നു. പാടിയതും അതിമനോഹരായിരുന്നു. ഓക്കെ, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടു. അപ്പൊ എന്തായാലും ജനീലിയ കുട്ടി ഇങ്ങനെ തന്നെ പോട്ടെ. കൊള്ളാം. ഇനി താഴത്തേക്കുള്ള ഒരു പോക്ക് വേണ്ട. ഇനി മേലെ, ഇതൊക്കെ മേലെ താൻ പോണം. വളരെ ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു ഇന്ന് ജനീലിയ പാടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, അതിന്റെ ഒരു അനോളജി എന്ന് പറയുന്നത്, നമ്മുടെ T20 ക്രിക്കറ്റിൽ അഭിഷേക് ശർമ്മ കളിക്കുമ്പോഴത്തേക്കും പറവറ 6 അടിക്കുമല്ലോ, അതുപോലെ ഒരു 6 ആണ് വന്നത്. അതുകൊണ്ട് ആ 6-ന് വേണ്ടി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100. നമ്മുടെ ജനീലിയ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. അമ്മയെ കൊണ്ട് കൊടുപ്പിച്ചായിരുന്നു പെർഫോമർ ഓഫ് ദ ഡേ. വായോ ചേച്ചി, വായോ. ചേച്ചി ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരണം. ഓക്കെ, ജനീലിയ കുട്ടിക്ക് വിനി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചാമ്പർ അമ്മ കൊടുക്കുന്നു വിത്ത് ഉമ്മ. അപ്പൊ ഓക്കെ, 2 പേർക്കും താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഓക്കെ, ബൈ. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തില്ലേ? പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇതുപോലെ തന്നെ ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.